Hello guys. Hello. Mic testing. Hello. Hello guys. Welcome back to my video. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ JSൻ്റെ ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഒരു റൂട്ട് മാപ്പാണ് ഇതിലൂടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഈ വീഡിയോ ആർക്കൊക്കെ യൂസ് ആകുമെന്ന് വെച്ചാൽ ജാവാ സ്ക്രിപ്റ്റ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, അതായത് അതിനുള്ള ഒരു റൂട്ട് മാപ്പ്, ഒരു ക്ലിയർ ഐഡിയ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ, നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് നടക്കാം. ഓവറായിട്ട് ഞാനൊന്നും പറയുന്നില്ല, കമാൻഡ് മാത്രമാണ് പറഞ്ഞു തന്നേക്കാം. ജാവാ സ്ക്രിപ്റ്റിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബേസ് ഐഡിയ ആണ്. ഓക്കെ, അതായത് അത്യാവശ്യം നന്നായിട്ട് ബേസ് കാര്യങ്ങൾ ജാവാ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ തന്നെയാണ് വെബ് ഡിസൈനിങ് ചലഞ്ച്, അതായത് പ്രോട്ടോടൈപ്പിൻ്റെ വെബ് ഡിസൈനിങ് ചലഞ്ച്. ഓക്കെ, അതിൻ്റെ അകത്ത് ഈ രണ്ട് വീഡിയോ കണ്ടാൽ തന്നെ ജാവാ സ്ക്രിപ്റ്റിൻ്റെ അത്യാവശ്യം വേരിയബിളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇവരെ ജേക്കുറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസ് ഉണ്ട്. ഇത് എന്തിനു ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വാലിഡേഷനാണ് ഇത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോം വാലിഡേഷനൊക്കെ ജാവാ സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് 2 പേജ് ചെയ്ത് തീർക്കുന്ന കാര്യം നമുക്കിത് 1 പേജ് അല്ലെങ്കിൽ ഒരു ഹാഫ് പേജ്, ഒരു 50 ലൈൻസിലേക്ക് നമുക്ക് തീർക്കാൻ പറ്റും. ആണ് ഈ ഒരു ജേക്കുറിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതും കൂടി പഠിച്ചാൽ, അതായത് ഇത് ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഇതാണ്, ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ് ജേക്കുറി. അപ്പോൾ ജാവാ സ്ക്രിപ്റ്റ് പഠിച്ചിട്ട് ഈ ജേക്കുറി പഠിച്ചാൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നും. അതായത് ജാവാ സ്ക്രിപ്റ്റിലെ പല കാര്യങ്ങളൂടെ സിമ്പിളായിട്ട് തോന്നും. പക്ഷേ ഫസ്റ്റ് ടൈം കാണുമ്പോൾ, അതിൻ്റെ കോഡ് കാണുമ്പോൾ നമുക്ക് വലിയൊരു പാടായിട്ടുള്ള ഒരു ഫീല് വരും. പക്ഷേ അത് സിമ്പിളായിട്ടുള്ള കോഡായിട്ട് നമുക്ക് കുറേ പഠിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതും കൂടി നോക്കുക. ഈ 3 വീഡിയോ ആണ് ബേസിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെയുള്ളത് ഞാൻ പറയുന്നത് അത്യാവശ്യം കോർ ലെവലിൽ പോകേണ്ടിയിട്ട്, അതായത് അത്യാവശ്യം ഡീപ്പിലേക്ക് പോകേണ്ടിയിട്ടുള്ള ഒരു ചാനൽ. അതായത് JavaScript is the most hated program. ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് അത്യാവശ്യം കോർ ലെവലിലേക്ക്, അതായത് ഇതൊക്കെ ആവശ്യമുള്ളതിനാണ്. ഇത്രയും ഡീപ്പിൽ ജാവാ സ്ക്രിപ്റ്റ് പഠിച്ചെങ്കിലേ അത്യാവശ്യം തലയിൽ നിൽക്കുന്നുള്ളൂ എന്നാണ് എൻ്റെ ധാരണ. ഓക്കെ, അപ്പോൾ നമസ്തേ ജാവാ സ്ക്രിപ്റ്റ്, അതായത് അക്ഷയ് സനീൻ്റെ നമസ്തേ ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ചാനലുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ അത്യാവശ്യം കോർ ലെവലിൽ എല്ലാ കാര്യങ്ങളും ആവശ്യമുള്ളതിനാണ് ഇതിൽ പറയുന്നത്. അത്യാവശ്യം ബേസിക് നന്നായിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാനൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസ് അത്യാവശ്യം സെറ്റായിട്ടുണ്ടാവും. പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ W3 സ്കൂൾസ് അല്ലേ, W3 സ്കൂൾസ്, ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നന്നായി ടൈം ഉണ്ടെങ്കിൽ ഇത് എടുക്കാവുന്നതാണ്. അതായത് എനിക്ക് ഈ ഫുള്ള് ടോപ്പിക്കൊന്നും നോക്കാൻ ഒരാഴ്ച കൊണ്ട് എന്തായാലും നടക്കില്ല. വേർഡ് ക്യാമ്പിലെ പിള്ളേർക്ക് ഇത് പറ്റുമോ എന്നറിയില്ല ഒരാഴ്ച കൊണ്ട് തീർക്കാൻ. എന്നെ കൊണ്ട് പറ്റിയിട്ടൊന്നുമില്ല. ഞാനേതാ ഇവിടെ ഒബ്ജക്റ്റീവ് ഇതൊക്കെ തീർത്തിരുന്നു, ലൂപ്പ് ആ കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് ഓവറായിട്ട് എനിക്ക് ഒരാഴ്ച കൊണ്ട് തീർക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഒരാഴ്ച കൊണ്ട് തീർക്കാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നമസ്തേ ജാവാ സ്ക്രിപ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ചില വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, ഈ ഒരു കാര്യം കണ്ടോ, ഇൻട്രൊഡക്ഷനും ഇതിൻ്റെ അകത്ത് ഇവിടെ നോഡൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ കണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് വേണ്ടവർക്ക് കാണാം. ഓക്കെ, ഈ 2 വീഡിയോ ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് സെറ്റായിട്ടുണ്ടാകും, പക്ഷേ കാണുന്നവർക്ക് കാണാം. ഓക്കെ, പിന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ബേസിക് കാര്യം സെറ്റാകും.
അതായത് ഇത് വെബ് ഡെവലപ്മെൻറ്റ് ചലഞ്ചാണ്, പ്രോട്ടോടൈപ്പിൻ്റെ തന്നെ. ഇത് പ്രൊമോഷനൊന്നുമല്ല, കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ കൊണ്ട് സജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോഡ് ജെ എസ് കാണണമെന്ന് വെച്ചാൽ ഇത് കാണണ്ട, ഇതിനകത്ത് കാണേണ്ട ചില വീഡിയോസ് ഞാൻ പറഞ്ഞുതരാം. എക്സ്പ്രസും നോക്കുന്നുണ്ട. ഈ പ്രോമിസും ഇതൊക്കെ നല്ല ഈ ഒരു വീഡിയോ തന്നെയാണ്. ഇതിനകത്ത് കോൾ ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നല്ല വീഡിയോസാണ്. ഓക്കെ, കോൾ ബാക്ക്, പ്രോമിസ്, ആ ഒരു 2-3 വീഡിയോസ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കോൾ ബാക്ക് അതുപോലെ ഈ പാർട്ട് 5. ഓക്കെ, പാർട്ട് 5 വീഡിയോ, ഈ പാർട്ട് 4 കാണേണ്ടവർ. അതായത് പിന്നെ ഈ ഒരു ബേസിക് നമസ്തേ ജാവാസ്ക്രിപ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിക്കൽ, അതായത് W3 സ്കൂൾസ് വാച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഇതിനകത്തുള്ള ചില കോൺസെപ്റ്റ് നിങ്ങൾക്ക് അതിൽ വായിച്ചാൽ മനസ്സിലായെന്ന് വരില്ല. ആ ഒരു കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രോട്ടോടൈപ്പിൻ്റെ തന്നെ വെബ് ഡെവലപ്മെൻറ്റ് ചലഞ്ച്. ഇത് പ്രൊമോഷനൊന്നുമല്ല, നമുക്കിരുന്ന് ഒരു പൈസയും കിട്ടുന്നൊന്നുമില്ല. എനിക്ക് കണ്ടിട്ട് തോന്നിയത്, അതായത് നല്ല വീഡിയോ തോന്നിയുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഇൻട്രൊഡക്ഷൻ കണ്ട കുഴപ്പമൊന്നുമില്ല. ഇൻസ്റ്റാളേഷൻ നോഡ് ജെ എസ് ഇൻസ്റ്റാൾ ചെയ്ത കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആവശ്യം വരും. ജാവാസ്ക്രിപ്റ്റ് പഠിക്കുന്ന ഒരാൾ എന്തായാലും നോഡിലേക്ക് കടക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. ഇത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇത് അറിയുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, അത് വേണമെന്ന്. പിന്നെ ഇത് കുഴപ്പമില്ല. ഓക്കെ, ഈ പാർട്ട് 3 കാണുന്നവർക്ക് കുഴപ്പമില്ല. പിന്നെ ഇത് പാർട്ട് 4 E6, അതായത് ES6 അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതിൽ പറയുന്നത്, അതും കണ്ടോ. പിന്നെ കോൾ ബാക്ക്, അത് കാണേണ്ട തന്നെയാണ്. കോൾ ബാക്ക് മൊഡ്യൂളും നമുക്ക് വേണ്ട തന്നെയാണ്. ഓക്കെ, പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴോട്ടേക്ക് വന്നാൽ പ്രോമിസ്, ഈ പാർട്ട് 13 വീഡിയോ, പ്രോമിസും ആ സിംഗു അപ്ഡേറ്റൊക്കെ ഇവിടുന്ന് എനിക്ക് ക്ലിയർ ആയിട്ടുള്ള. വേറെ കുറേ വീഡിയോസ് വാച്ച് ചെയ്തെങ്കിൽ ഈ 2 വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അതുകൊണ്ട് ഇതൊക്കെ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു സ്റ്റഡി മെറ്റീരിയൽ എനിക്ക് കാണിച്ചു തരാം. അതിൽ അത്യാവശ്യം എല്ലാ ടോപ്പിക്സും ഉണ്ട്. ഓക്കെ, ആ ഒരു PDF നിങ്ങൾക്ക്, അതായത് ഞാൻ കാണിച്ചു തരാം ആദ്യം. ഞാൻ പറഞ്ഞത് ഈ ഒരു PDF ആണ്. ഓക്കെ, ഈ ഒരു PDF-ൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ കുറേ ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, അതായത് ഈ ഒരു ടോപ്പിക്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ്. പിന്നെ ഇത് തന്നെ മതി നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ബേസിക് സെറ്റാകെ. ഓക്കെ, ആദ്യം നിങ്ങളത് കാണണം, ആ ഒരു പ്ലേലിസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ സമയമുണ്ടെങ്കിൽ നമസ്തേ ജാവാസ്ക്രിപ്റ്റിൻ്റെ പാർട്ട് 2, അതായത് സെക്ഷൻ 2 എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതും കൂടി കണ്ടാൽ അത്യാവശ്യം നല്ല കാര്യം തന്നെയാണ്, അതും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പക്ഷേ അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ആദ്യത്തെ പാർട്ട് തന്നെ മതിയാവും, ധാരാളമാണ്. പിന്നെ ഉള്ള കാര്യം, ഈ ഒരു PDF നിങ്ങൾക്ക് വേണ്ടിക്കൽ PDF-ഉം പിന്നെ ചില സ്റ്റഡി മെറ്റീരിയൽ അത് ഞാൻ പബ്ലിക് ആക്കുന്നില്ല. ഓക്കെ, അത് പ്രൈവറ്റ് ആക്കിയിട്ട് തന്നെ അതായത് ഞാൻ ഈ ഒരു PDF-ഉം പിന്നെ നിങ്ങൾക്ക് കുറേ മെറ്റീരിയൽസ് ഉണ്ട്, അതായത് JS-ൻ്റെ ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പുതിയൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താൽ ഈ ഒരു മെറ്റീരിയൽസൊക്കെ ആ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ,
ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ടിക്ക് HTML-ൻ്റെയും CSS-ൻ്റെയും ഒക്കെ ഇതുണ്ട്. അതായത് എൻ്റെ കയ്യിൽ ടോപ്പിക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്താൽ മതി. അതായത് ജസ്റ്റ് ഒന്നിടയിൽ ടൈപ്പ് ചെയ്താൽ വേണ്ടവർക്ക് അയച്ചു തരുന്നതായിരിക്കും. അതായത് ആ ഗ്രൂപ്പിൽ തന്നെ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രക്കും കാര്യം ഈ ഒരു വീഡിയോ പറയാനുള്ളത്. ജാവാസ്ക്രിപ്റ്റിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ വേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഈ ഒരു വീഡിയോയിൽ ഇത്രക്കും കാര്യങ്ങൾ തന്നെ പഠിച്ചാൽ അത്യാവശ്യം സെറ്റായി. അതായത് അത് ഞാൻ തരുന്ന ആ പെൻഡിങ് ടോപ്പിക്സും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. പെൻഡിങ്സ് അല്ല, ആ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മതിയായി, ധാരാളം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.